കണ്ടിട്ട് ഞാൻ അടങ്ങൂ. മനക്കെത്ര മേനോമാരെങ്ങനെ തൊഴുത്തി കെട്ടാവുന്ന ആരും കരുതണ്ട. വക്കീലേ, കള്ളു കുടിച്ചിട്ട് വെളിവില്ലാണ്ട് പറയല്ല. പക്ഷേ ഒരു പക്ഷേയില്ല. നാളെ അവളെ ഗോമതിയെ സ്കൂളിൽ ചെന്ന് നേരിട്ട് അങ്ങോട്ട് കാണുന്നു, രാജിക്കത്ത് അങ്ങോട്ട് കൊടുക്കണു. നേരെ വക്കീല ഓഫീസിലോട്ട് വരണു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവാഹമോചനത്തിനുള്ള എഴുത്തൂത്തുകൾ തയ്യാറാക്കി വെക്കുക. ഞാൻ ഒപ്പിടുന്നു, വക്കീല് സൂട്ട് ഫയൽ ചെയ്യണു. അത്ര തന്നെ. ഒരാൾ ഓഫീസിൽ കയറി വന്നാൽ ഇരിക്കാൻ പറയാനുള്ള സാമാന്യ മര്യാദ പോലും വലിയമംഗലത്ത് ഗോമതി കുഞ്ഞമ്മ മറന്നുവോ? കയറി വരണവരും പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. എന്താ താണു വണങ്ങണോ? അതിന് നട്ടല് വളയ്ക്കണം. ഞാൻ ഈടെ ഈ നട്ടല് വളയ്ക്കാറില്ല. മാഷക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇതിവിടെ ഏൽപ്പിച്ചിട്ട് പോമെന്ന. എന്താ അത്? എന്റെ രാജിക്കത്ത്. എനിക്ക് നട്ടല് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. എന്ത് വിവരക്കിടക്കായി കാട്ടണേ? മനക്കെത്ര മേനവന്മാര് വിവരദോഷികളല്ല, വിവരദോഷികളാണെന്ന് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്താൻ തന്നെ എന്റെ തീരുമാനം. എന്താ പാൻറ് മാഷേ, കുടുംബമൊക്കെ വന്നു എന്നറിഞ്ഞു. സുഖാണല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഗോവിന്ദ മാഷ കാണുമ്പോ പരിഹസിക്കാനും പതുങ്ങാനും ഒക്കെ തോന്നും. ഈ ശനി മാറി ശുക്രൻ എനിക്കും വരും. അന്ന് ഒരെണ്ണത്തിന് ഇവിടെ കാണാൻ പോടിക്കുക. So in this video, I'm going to show you how you can land your first freelance data or AI project. We are in the ഭർത്താവിന്റെ സംഗീതത്തിൽ ലയിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ചില രാഗങ്ങൾ കേട്ടാ ഞാനങ്ങനെ നിന്നുപോകും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആ മാഷയുടെ കുറവോർക്ക്. ഞാൻ അറിയാതെ എവിടുന്നെങ്കിലും ഇത്തിരി കള്ളും കുടിച്ചുകൊണ്ട് മൂപ്പരിങ്ങെത്തും. പിന്നെ കാച്ചിൽ പുഴുങ്ങലായി, പുഴുക്ക് വെക്കലായി, കഞ്ഞി വെക്കലായി, വിളക്ക് കൊളുത്തലായി, ഒരു ബഹള. ഇത്തവണ ഞാൻ അതൊക്കെ വേണ്ടാച്ചു. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് കൂടിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിനി എന്ത് കാർത്തികം വിഷു. പരിഷ്കാരം കയറി കയറി ആളുള്ള ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ മറന്നു. കുടുംബത്തിൽ പറഞ്ഞവർക്ക് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഐശ്വര്യം അവർക്ക് കാണാനും ഉണ്ട്. എന്റെ മോളെ പോലെ. സേതു അവിടെ? ഞാനിവിടെ ഉണ്ട്. വന്നിരിക്കൂ. ഉപ്പ് ഇതെന്താ കുട്ടി ഇത്? ഇതെന്തു പറ്റി? നഖം പെട്ടതാ. എങ്ങനെ? ഉറക്കത്തിൽ എന്തോ കടിച്ചപ്പോ മാന്തിതാ. നഖാണേ കയ്യില്. വെട്ടിക്കളയണം. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു. എന്താ സേതു, കഞ്ഞി കുടിക്കുന്നേ?
വരൂ